1200 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള വലിയ ശാല കാന്തളൂർ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ് നാം ഇപ്പോൾ. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നാലമ്പലത്തിനുള്ളിൽ 3 ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. മഹാദേവനെ കുടിയിരുത്തിയ 2 ശ്രീകോവിലുകളും മഹാവിഷ്ണുവിൻ്റെ 1 ശ്രീകോവിലും നമുക്കിവിടെ കാണാം. ഈ പ്രത്യേകതകൾക്കെല്ലാം അപ്പുറത്തായി പ്രാചീന കേരളത്തിൻ്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ കോറിയിട്ട ഒരു മഹാവിദ്യാലയം കൂടിയാണ് കാന്തളൂർ ക്ഷേത്രം. കാന്തളൂർ ശാല എന്ന പേരിൽ പ്രസിദ്ധമായ അക്കാലത്തെ ഒരു സർവകലാശാലയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. AD 852 ആയി രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന കരിനന്ദടുക്കൻ സ്ഥാപിച്ചതാണ് കാന്തളൂർ ശാല എന്നാണ് കരുതപ്പെടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ കിഴക്കു ഭാഗത്തായി ഇന്ന് ആരാരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയാണ് ഈ മഹാവിജ്ഞാന കേന്ദ്രം. ഇങ്ങനെയൊരു മഹത്തായ പാരമ്പര്യമുള്ള ഉന്നത പഠന കേന്ദ്രം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നത് പലർക്കും ഇപ്പോഴും അറിയില്ല എന്നത് ഒരു വസ്തുതയാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്കും കേരള ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്കും വന്ന് കണ്ട് മനസ്സിലാക്കാവുന്ന ധാരാളം കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് കാന്തളൂർ ശാലയുടെ ചരിത്രത്തിലേക്ക് മടങ്ങി വരാം. 1200 കൊല്ലങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ആദ്യം കാണുന്നത് ചെമ്പ് മേഞ്ഞ വലിയ വട്ടശ്രീകോവിലാണ്. ഇവിടെ മഹാദേവനെ കുടിയിരുത്തിയിരിക്കുന്നു. മഹാദേവന് മുമ്പിൽ നന്ദികേശന്റെ പ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രവും ഒരുപക്ഷെ കാന്തളൂർ ശിവക്ഷേത്രമായിരിക്കും. ഈ ശ്രീകോവിലിന് ഇടതുവശത്തായി താരതമ്യേന ചെറിയ ഒരു ശ്രീകോവിലും നമുക്ക് കാണാം. ഇതും ചെമ്പ് മേഞ്ഞ് വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയും മഹാദേവനാണ് പ്രതിഷ്ഠ. ശ്രീകോവിലിന് മുമ്പിൽ കാണുന്ന മണ്ഡപത്തിൽ നന്ദികേശനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ ഒരേ ദേവന് വേണ്ടി 2 ശ്രീകോവിലുകൾ. ഇതും കാന്തളൂർ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ്. ഈ ചെറിയ ശ്രീകോവിലിന് ഇടതുവശത്തായാണ് മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കേരളീയ ക്ഷേത്ര നിർമ്മാണ രീതികളിൽ നിന്നും തികച്ചും വിഭിന്നമായ രീതിയിലാണ് ഈ ശ്രീകോവിലിൻ്റെ നിർമ്മാണം. 2 നിലകളായി നിർമ്മിച്ചിട്ടുള്ള ഈ ശ്രീകോവിലിൻ്റെ ഭിത്തികളിൽ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ധാരാളം ശില്പങ്ങൾ കാണാം. മേൽക്കൂരയിൽ വിവിധ ഭാവത്തിലും രൂപത്തിലുമുള്ള ധാരാളം ദാരുശില്പങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പ്രാചീന ക്ഷേത്ര നിർമ്മാണ രീതി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള മണ്ഡപത്തിനുമുണ്ട് പ്രത്യേകത. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു നാഗത്തിനെ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മേൽക്കൂരയിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഈ ശില്പവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ട് ഈ ക്ഷേത്ര പരിസരം വിഷപ്പാമ്പുകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. ധാരാളം ആളുകൾക്ക് സർപ്പദംശനം ഏൽക്കുകയുണ്ടായി. അങ്ങനെയിരിക്കെ ഇവിടെ വന്ന ഒരു സന്യാസി പാമ്പുകളുടെ ആക്രമണ സ്വഭാവത്തെ ഈ നാഗശില്പത്തിലേക്ക് ആവാഹിച്ച് ഈ മേൽക്കൂരയിൽ ബന്ധിക്കുകയാണ് ഉണ്ടായതത്രേ. കഥകൾ എന്തുതന്നെയായാലും ഒരു ക്ഷേത്ര നാലമ്പലത്തിനുള്ളിൽ 3 ശ്രീകോവിലുകൾ, അതിൽ 2 ഒരേ ദേവന് വേണ്ടി മാത്രം.
എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു നിർമ്മാണ രീതി? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊരു ത്രിമൂർത്തി ക്ഷേത്രമായിരുന്നു എന്നും കരുതപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ധാരാളം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർക്കിടയിൽ തന്നെയുണ്ട്. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും തമ്പി സഹോദരങ്ങളും തമ്മിലുണ്ടായ അധികാര വടംവലിയിൽ എട്ടുവീട്ടിൽ പിള്ളമാർ രാമൻ തമ്പിക്കും പത്മനാഭൻ തമ്പിക്കും ഒപ്പമായിരുന്നു. എട്ടുവീട്ടിൽ പിള്ളമാർ വലിയശാല ക്ഷേത്രത്തിലെ ബ്രഹ്മാവിൻ്റെ വിഗ്രഹത്തിൽ ശ്മശാന ശിവനെ ആവാഹിച്ച് ക്ഷുദ്രക്രിയ നടത്തി ബ്രഹ്മശിവനാക്കി മാറ്റി എന്നും പറയപ്പെടുന്നു. വേണാടിൻ്റെ അധികാരമേറ്റെടുത്ത ശേഷം മാർത്താണ്ഡവർമ്മ ക്ഷേത്രത്തിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയും ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം കടുശർക്കര യോഗത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. എന്നാൽ ഇതിനുശേഷം തിരുവിതാംകൂർ രാജവംശത്തിൽപ്പെട്ട ആരും തന്നെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടില്ല. ശ്രീപത്മനാഭദാസന്മാരായി രാജ്യം ഭരിച്ച തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അവഗണനയും പിൽക്കാലത്ത് ക്ഷേത്രത്തിൻ്റെ പേരും പ്രശസ്തിയും കുറയുന്നതിന് കാരണമായിട്ടുണ്ടാകാം എന്നും കരുതപ്പെടുന്നുണ്ട്. എങ്കിലും തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്ഷേത്രമാണ് കാന്തളൂർ മഹാദേവ ക്ഷേത്രം. സാധാരണയായി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങൾ നാം കേൾക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഐതിഹ്യങ്ങളെക്കാൾ ചരിത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ആയിരത്തി 200 വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ പ്രതിഭാശാലികളായ അധ്യാപകരും വിദ്യാർത്ഥികളും ഉണ്ടായിരുന്ന ഒരു പൈതൃക കേന്ദ്രത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു അക്കാലത്ത് വിദ്യാകേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. കാന്തളൂർ ശാലയും അങ്ങനെ ആയിരുന്നിരിക്കണം പ്രവർത്തിച്ചിരുന്നത്. ശാലകൾ അക്കാലത്തെ പ്രധാനപ്പെട്ട ജ്ഞാന സമ്പാദന കേന്ദ്രങ്ങളായിരുന്നു. പ്രാചീന കേരളത്തിൽ 4 പ്രധാന ശാലകളായിരുന്നു ഉണ്ടായിരുന്നത്. കാന്തളൂർ ശാല, തിരുവല്ലശാല, പാർത്ഥിവപുരം ശാല, മൂഴിക്കൽ ശാല എന്നിവയായിരുന്നു ആ ശാലകൾ. ഇവയിൽ ഏറ്റവും വലുത് കാന്തളൂർ ശാല ആയിരുന്നു. ശാലകളിലെ അധ്യാപകരെ ഭട്ടർ എന്നും പഠിതാക്കളെ ചട്ടർ എന്നും ചട്ടർ താമസിച്ചിരുന്ന ഇടത്തിനെ മഠം എന്നുമായിരുന്നു വിളിച്ചിരുന്നത്. പഠിക്കുന്ന സ്ഥലം ശാല എന്നും അറിയപ്പെട്ടിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ രീതിയായിരുന്നു കാന്തളൂർ ശാലയിൽ അനുവർത്തിച്ചിരുന്നത്. ആയുർവേദ ചികിത്സയും ആയോധന കലയും ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും രസതന്ത്രവും ഉൾപ്പെടെ നിരീശ്വരവാദം വരെ ഇവിടെ പഠിപ്പിച്ചിരുന്നു. നളന്ദ സർവകലാശാലയിൽ പോലും പഠിപ്പിക്കാതിരുന്ന ചർവാക മതവും ഇവിടുത്തെ പാഠ്യവിഷയമായിരുന്നു എന്നറിയുമ്പോഴാണ് കാന്തളൂർ ശാലയുടെ മാഹാത്മ്യം നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണ നളന്ദ എന്ന വിളിപ്പേരും കാന്തളൂർ ശാലയ്ക്കുണ്ടായിരുന്നു. ആയോധന കലകൾ അഭ്യസിക്കുന്നവർ ആയുധങ്ങളുമായി ശാലയ്ക്ക് പുറത്തു പോകരുത് എന്ന നിയമവും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ
വിദ്യാർത്ഥികൾ താമസിക്കുന്ന മഠങ്ങളിൽ സ്ത്രീ ജീവനക്കാരെ നിയമിച്ചിരുന്നില്ല. വളരെ ചിട്ടയായ ജീവിതക്രമമായിരുന്നു ശാലയ്ക്കുള്ളിൽ അനുവർത്തിച്ചിരുന്നത്. അച്ചടക്ക ലംഘനങ്ങൾക്ക് ശിക്ഷ നൽകിയിരുന്നു. പരസ്പരം ദേഹോപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നവർക്ക് ഭക്ഷണം നിഷേധിക്കുക, പിഴപ്പണം ഒടുക്കുക തുടങ്ങിയ ശിക്ഷാരീതികളാണ് നിലനിന്നിരുന്നത്. AD 866 സ്ഥാപിതമായ പാർത്ഥിവപുരം ശാലയിൽ കാന്തളൂർ ശാലയുടെ അതേ മാതൃകയാണ് പിന്തുടരുന്നതെന്ന് കരുനന്തടുക്കൻ പാർത്ഥിവപുരം ചെമ്പോലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീലങ്കയിൽ നിന്നും കടൽമാർഗം വിദ്യാർത്ഥികൾ കാന്തളൂർ ശാലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തിയിരുന്നു എന്ന് ചരിത്രരേഖകളിൽ കാണാം. ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ചരിത്രരേഖകളിൽ കാന്തളൂർ ശാല പല കാലഘട്ടങ്ങളിൽ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ടെന്ന് കാണാം. ചോള ശാസനങ്ങളിൽ കാന്തളൂർ ശാലയെ കലമറുത്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജരാജ ചോളൻ മുതൽ കുലോത്തുംഗ ചോളൻ വരെയുള്ള ചോള രാജാക്കന്മാരുടെ കാലത്ത് കാന്തളൂർ ശാല ആക്രമിക്കപ്പെട്ടതായി അവരുടെ ശാസനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാന്തളൂർ ശാലയ്ക്കു നേരെ ഇങ്ങനെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായത് ശാല ഒരു സൈനിക പരിശീലന കേന്ദ്രം കൂടി ആയതുകൊണ്ടാവാം എന്നും ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. ആയ്, മഹോദയപുരം, വേണാട് തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ ചോളന്മാർ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് ചോള ലിഖിതങ്ങളിൽ പരാമർശമുണ്ട്. രാജരാജ ചോളൻ ഒന്നാമൻ തൻ്റെ ഭരണത്തിൻ്റെ 4ാം വർഷം കാന്തളൂർ ശാലയെ കലമറുത്തരുളി എന്ന തിരുവിലങ്ങാട് ശാസനത്തിൽ കാണാം. കലമറുത്തു എന്നതിന് വിവിധ അർത്ഥങ്ങളാണ് ചരിത്രകാരന്മാർ കൽപ്പിച്ചു പോരുന്നത്. കാന്തളൂരിലെ കപ്പലുകൾ നശിപ്പിച്ചുവെന്നും അതല്ല വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണ സൗകര്യം ഇല്ലാതാക്കിയെന്നും വാദമുണ്ട്. അരുളി എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം നടന്നതിൻ്റെ സൂചനയാകും എന്നതിനാൽ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണ സൗകര്യം ക്രമീകരിച്ചു എന്നും ഒരു വിഭാഗം ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയായിരുന്നു കാന്തളൂർ ശാല അതിൻ്റെ പ്രശസ്തിയുടെ പരമോന്നതിയിൽ എത്തിയത്. എന്നാൽ തുടരെയുണ്ടായ വൈദേശിക ആക്രമണങ്ങളിൽ കാലക്രമേണ ശാല നശിച്ചു പോവുകയാണുണ്ടായത്. നളന്ദയെയും തക്ഷശിലയെയും പോലെ 4 നൂറ്റാണ്ടോളം നിലനിന്ന പ്രതാപ ഐശ്വര്യത്തിനൊടുവിൽ കാന്തളൂർ ശാലയും ചരിത്രത്തിലേക്ക് മറഞ്ഞുപോയി. ചോളന്മാരുടെ സ്ഥിരമായ ആക്രമണങ്ങളിൽ തകർന്ന കാന്തളൂർ ശാലയെ പുനരുദ്ധരിച്ചത് 14ാം നൂറ്റാണ്ടിൽ വേണാട് ഭരിച്ചിരുന്ന രവിവർമ്മൻ കുലശേഖരനായിരുന്നു എന്ന് കരുതപ്പെടുന്നു. കാന്തളൂർ ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിന് എതിർവശത്തായി കാണുന്ന ഈ ശിലാപ്രതിമ സംഗ്രാമധീരൻ എന്നറിയപ്പെട്ടിരുന്ന രവിവർമ്മൻ കുലശേഖരനാണ് എന്നാണ് പ്രസിദ്ധ ചരിത്രകാരനായ MG ശശിഭൂഷൺ പറയുന്നത്. കാന്തളൂർ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച ചില ശിലാലിഖിതങ്ങളിലും കാന്തളൂർ ശാലയെ പുനർനിർമ്മിച്ചത് രവിവർമ്മൻ കുലശേഖരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ മൺമറഞ്ഞു പോയ കാന്തളൂർ ശാലയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത്. വിഴിഞ്ഞത്തിനടുത്തായിരുന്നു കാന്തളൂർ ശാല സ്ഥിതി ചെയ്തിരുന്നതെന്നും അതല്ല നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള കാന്തളൂർ എന്ന ഗ്രാമമായിരിക്കാമെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ചേന്ദമംഗലം പാലിയം കുന്നിലായിരുന്നിരിക്കണം എന്നുമാണ്. ചോളന്മാർ വിഴിഞ്ഞം കീഴടക്കിയതുമായി ബന്ധപ്പെട്ട ശാസനങ്ങളിലാണ് കാന്തളൂർ ശാല പരാമർശിക്കപ്പെടുന്നത്. എന്നാൽ ഹജൂർ ശാസനങ്ങളിൽ വലിയ ശാലയിലെ ശിവനെപ്പറ്റി കാന്തളൂർ ശാലയിലെ മഹാദേവൻ എന്നും പറയുന്നുണ്ട്. അനന്തപുരി വർണ്ണനങ്ങളിൽ
ചാല അങ്ങാടിക്കും ആര്യശാല, ചെന്തിട്ട, വലിയശാല ക്ഷേത്രങ്ങൾക്കും ഇടയിലാണ് കാന്തളൂർ ചാല എന്നും പറയുന്നുണ്ട്. 30ഓളം സാഹിത്യകൃതികളിൽ കാന്തളൂർ ശാലയെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കാന്തളൂർ ശാല എന്ന മഹാവിജ്ഞാന കേന്ദ്രം ഇവിടെ നിലനിന്നിരുന്നു എന്നത് തന്നെ നമുക്ക് അനുമാനിക്കാം. നിരന്തരമായ വൈദേശിക ആക്രമണങ്ങളിൽപ്പെട്ട് കാലക്രമേണ കാന്തളൂർ ശാലയുടെ പ്രഭാവവും കീർത്തിയും നഷ്ടപ്പെടുകയും കാലാന്തരത്തിൽ ഒരവശിഷ്ടവും ബാക്കി വയ്ക്കാതെ ആ മഹാവൈജ്ഞാനിക കേന്ദ്രം മണ്ണിനടിയിലാണ്ടു പോവുകയുമായിരുന്നു. ഇന്ന് കാന്തളൂർ ശാലയുടെ ബാക്കി പത്രമായി നമുക്ക് അവകാശപ്പെടാൻ ഈ ക്ഷേത്രം മാത്രമേയുള്ളൂ. കാലത്തെയും അതിജീവിച്ചുകൊണ്ട് 1200 വർഷങ്ങൾക്കിപ്പുറവും ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നു. മൺമറഞ്ഞു പോയ ആ മഹാശാലയുടെ എന്തെല്ലാം ചരിത്രങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തളങ്ങൾക്ക് പറയാനുണ്ടാവും. ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും പോലെയുള്ള സർവകലാശാലകൾ രൂപപ്പെടുന്നതിനും എത്രയോ നൂറ്റാണ്ടു മുമ്പ് നമ്മുടെ നാടിനെ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടിയ ഒരു പൈതൃക കേന്ദ്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ തിരുശേഷിപ്പിനെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്.